عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, പ്രവാചകനെ അറിയുക എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഏകദിന പഠന ക്യാമ്പിലാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും സ്കൂൾ വർക്കുകളും ദഅവാ പ്രവർത്തനങ്ങളും വിപുലമായ രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇത്തരമൊരു സന്ദർഭം ഉണ്ടാക്കിയതിൻ്റെ പിന്നിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ആദർശവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പഠിക്കുവാനും അത് ചർച്ച ചെയ്യുവാനും വേണ്ടി തന്നെയാണ്. ഇവിടെ എനിക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം സുന്നത്തിനോടുള്ള നിലപാട്, അത് മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു പഠന വിഷയമായി നിങ്ങൾ എടുക്കുകയും ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ കൂടുതലായി പഠിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു ഇൽമിൻ്റെ സദസ്സിലിരിക്കുന്ന ഈ സമയം ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും എന്താണ് സുന്നത്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്താണ് സുന്നത്ത്? അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ച് മാർഗം, ചര്യ, രീതി എന്നൊക്കെയാണ് അർത്ഥങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. സുന്നത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ തഫ്സീറുൽ ഖുർആനാണ്. ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത്. ഖുർആനിന്റെ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തുകൾക്ക് വിശദീകരണം നിർബന്ധമാണ് എന്നുള്ളത് അല്ലാഹു തന്നെ ശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഖുർആനിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സംഗതി ആവർത്തിച്ചിരിക്കുന്നു.
ഈ ഖുർആനിനെ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ഇത് നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. കാരണം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ വിശദീകരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. നമസ്കരിക്കണമെന്നും നോമ്പ് നോൽക്കണമെന്നും ഹജ്ജ് ചെയ്യണമെന്നും സകാത്ത് കൊടുക്കണമെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വിശദീകരണമൊന്നും ഖുർആനിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. ആ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി. 3 രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകൾക്ക് വിശദീകരണം നൽകിയത്. അതിന്റെ ഒന്നാമത്തെ രൂപം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ ഖുർആനിന്റെ ആയത്തുകൾക്ക് അദ്ദേഹം വിശദീകരണം നൽകി. രണ്ടാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അതിനെ വിശദീകരിച്ചു. മൂന്നാമതൊരു രീതി, സഹാബികൾ പല കാര്യങ്ങളും ചെയ്തു. ആ ചെയ്ത കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. ഈ 3 കാര്യങ്ങളെ മൊത്തത്തിൽ പണ്ഡിതന്മാർ നിർവചിച്ചുകൊണ്ട് പറഞ്ഞു, സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകളും അഫ്ആലുകളും തഖ്രീറാത്തുകളുമാകുന്നു. ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വ്യക്തമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പോൾ സുന്നത്തിന്റെ നിർവചനമായിക്കൊണ്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകളും അഫ്ആലുകളും തഖ്രീറാത്തുകളും, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം അനുവാദം നൽകിയ കാര്യങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സാങ്കേതികമായ ഭാഷയിൽ സുന്നത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മാത്രമല്ല വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മൊത്തത്തിൽ ഇസ്ലാമിന് തന്നെ സുന്നത്ത് എന്ന് പ്രയോഗിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണല്ലോ ഖുർആനിന്റെ വിശദീകരണം സുന്നത്തി എന്നുള്ളത്. അതുകൊണ്ട് സുന്നത്ത് ഇസ്ലാമാകുന്നു എന്ന് നിർവചിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം അസ്സുന്ന എന്ന ഗ്രന്ഥത്തില്, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സുന്നത്തിനെ നിർവചിച്ചത് അസ്സുന്നത്തു ഹിയൽ ഇസ്ലാമു അൽ ഇസ്ലാമു ഹുവ സുന്ന. സുന്നത്തി എന്നുള്ളത് ഇസ്ലാമാകുന്നു, ഇസ്ലാമി എന്നുള്ളത് സുന്നത്തുമാകുന്നു. ഈ വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല നമ്മുടെ പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്നുള്ള ഗ്രന്ഥത്തിൽ സുന്നത്തിനെ നിർവചിച്ചത് അദ്ദേഹം പറഞ്ഞു, ഫയശ്മിലു ദാലിക തമസ്സുകു ബിമാ കാന അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിച്ച എല്ലാ കാര്യങ്ങൾക്കും മൊത്തത്തിൽ നമുക്ക് സുന്നത്തി എന്ന് പറയാം. പക്ഷെ അവിടെ കൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല. ഖുലഫാഉർ റാഷിദൂൻ, സച്ചരിതരായ അദ്ദേഹത്തിന് ശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ മുറുകെ പിടിച്ച അതും നമുക്ക് സുന്നത്ത് തന്നെയാണ്. അവരുടെ ചര്യകൾ നമുക്ക് സുന്നത്തുകൾ തന്നെയാണ്. മിനൽ ഇഅ്തിഖാദാതി വൽ അഅ്മാലി വൽ അഖ്വാൽ, അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും അവർ വിശ്വാസപരമായ നിലപാടുകളിൽ സ്വീകരിച്ച അഖീദാപരമായ കാര്യങ്ങളും, വഹാദിഹി ഹിയ സുന്നത്തുൽ കാമില, ഇതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി കൊണ്ട് സുന്നത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ നിർവചനങ്ങളിലൂടെ സുന്നത്തി എന്താണ് എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഞാനിവിടെ വിശദീകരിക്കാനുള്ള കാരണം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ ചെറിയൊരു നിർവചനമാണ്.
കാരണം നമ്മളെ മദ്രസകളിലും ക്ലാസ്സുകളിലും നമ്മുടെ ഖുതുബകളിലും പ്രഭാഷണങ്ങളിലും അതേപോലെ തന്നെ മദ്രസകളിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അഹ്കാമുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 5 ഹുക്കുമുകളുണ്ട് എന്നുള്ളത് നമ്മൾ എണ്ണി പഠിക്കുമ്പോൾ നമ്മളതിങ്ങനെ എണ്ണി വരുന്നു. വാജിബ്, മറ്റൊന്ന് സുന്നത്ത്. സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇസാബു അലാ ഫീലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആ ഒരു നിർവചനം നമ്മുടെ കേരളത്തിൽ അതുകൊണ്ട് പരക്കെ ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു നിർവചനം നൽകുന്നത് ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൽ തന്നെ എല്ലാ ഫുഖഹാക്കളും ഈ നിർവചനത്തെ അംഗീകരിക്കുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ പോരാ എന്നുള്ളതാണ് ഇത് സംബന്ധമായിക്കൊണ്ട് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിലേക്ക് നമ്മുടെ മുസ്ലിങ്ങൾ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സുന്നത്തിനെ അവഗണിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മുസ്ലിങ്ങളെ എത്തിച്ചേർന്നു. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആനിന്റെ വിശദീകരണമാണ്, അത് ഇസ്ലാമാണ് സുന്നത്ത് എന്നുള്ളത്. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, സഹാബികൾ ജീവിച്ച മാർഗം, ഇതൊക്കെ തന്നെയാണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ രണ്ടാമതൊരു കാര്യം, ഈ സുന്നത്ത് എന്നുള്ളത് വഹിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സുന്നത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വ മിസ്ലഹു മഅഹു. അലാ, നിങ്ങൾ അറിയണം, ഇന്നി ഊതീതുൽ ഖുർആന, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, വ മിസ്ലഹു മഅഹു, ഖുർആനിനെ പോലുള്ള മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, ഖുർആനിനെ പോലെ മറ്റൊന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഖുർആൻ ഏത് പ്രകാരം വഹിയാണോ അതേപോലെ തന്നെ സുന്നത്തും വഹിയാണ് എന്നർത്ഥം. സൂറത്ത് നജ്മിലൂടെ അള്ളാഹു ഈ കാര്യം വിശദീകരിക്കുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും വെറുതെ സംസാരിക്കുന്ന ആളല്ല. അദ്ദേഹം സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചിട്ടായിരിക്കും. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി വെക്കും. ആ സമയത്ത് ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നീ രേഖപ്പെടുത്തി വെക്കുന്നത്? അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. അദ്ദേഹത്തിന് ചിലപ്പോൾ ദേഷ്യമുണ്ടാകാറുണ്ട്, അദ്ദേഹം ചിരിക്കാറുണ്ട്, അദ്ദേഹം തമാശ പറയാറുണ്ട്. എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി രേഖപ്പെടുത്തി വെക്കുന്നത്? ഇത് ചില ആളുകൾ ചോദിച്ച സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് എന്ത് ചെയ്തു? അത് എഴുതി വെക്കുന്നത് നിർത്തിവെച്ചു. ഈ കാര്യം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തിയപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെയാണ് സത്യം, മാ ഖറജ മിൻഹു ഇല്ലാ ഹഖുൻ. അദ്ദേഹം തന്റെ വായിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ വായിൽ നിന്ന് ഹക്കല്ലാതെ ഒന്നും പുറത്തു വരികയില്ല. അവ ഖുർആനിന്റെ വിശദീകരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്നത്ത് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വഹിയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അവ ഖുർആനിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ള ഈ സുന്നത്തിനെ ഒരാൾ നിഷേധിക്കുമ്പോൾ അയാൾ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ വഹീനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വഹീനെയാണ് അയാൾ നിഷേധിക്കുന്നത്. പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സുന്നത്തിനെ നിഷേധിക്കുന്ന ഒരാൾ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ വഹീനെയാണ് എന്നർത്ഥം. ഈ ഒരു വിഷയം നമ്മൾ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതാണ് സുന്നത്ത് എന്ന് വരുമ്പോൾ ഈ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിട പറയുന്നത്. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. ഒന്ന് കിതാബുല്ലാഹി, 2 വസുന്നത്ത് റസൂലിഹി. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥവും മറ്റൊന്ന് ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണമാകുന്ന സുന്നത്തും. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട നിലപാടെന്തായിരിക്കണം?
ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് ഹദീസ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, സുന്നത്തി എന്നുള്ളത് അള്ളാഹുവിന്റെ വഹിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിനോടുള്ള അവന്റെ നിലപാട് വ്യക്തമായിരിക്കണം. അതവന്റെ രണ്ടാം പ്രമാണമാണ്. ആ സുന്നത്തിനെ മനസ്സാ വാചാ കർമ്മള ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായ സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള ഇസ്രായേലർ 72 വിഭാഗമായി അവര് ഭിന്നിച്ചുപോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസതഫ്തരിഖു അലാ ഉമ്മത്തി 73 മില്ല. ഇസ്രായേലിൽ 72 വിഭജിച്ചതുപോലെ എന്റെ സമൂഹം 73 ഭിന്നിച്ചു പോകും. അവർ 73 ഭിന്നിക്കും. അപ്പൊ ഭിന്നിക്കുക എന്നുള്ളത് അത് നമ്മൾ സങ്കടപ്പെടേണ്ട, നമ്മൾ ദുഃഖിക്കേണ്ട ഒരു പ്രതിഭാസമൊന്നുമല്ല. അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. സമൂഹത്തിൽ ഭിന്നിക്കും എന്നുള്ളത്, 73 ഭിന്നിക്കും എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുന്ന ആ കാലഘട്ടത്തിൽ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. എല്ലാവരും നരകത്തിലായിരിക്കും. അങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും സത്യമുണ്ടാകും. അതിലും സത്യം, ഇതിലും സത്യം, അതും ശരി ഇതും ശരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഒരു മുസ്ലിമിന്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും സത്യം ഉണ്ടാകും. ഞാൻ ആ പരിപാടിക്ക് പോകും, ഞാൻ ഈ പരിപാടിക്കും പോകും. അവരും പറയുന്നത് ഖുർആന്, ഇവരും പറയുന്നത് ഖുർആന്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാവരും നരകത്തിലായിരിക്കും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവരും നരകത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വാഹിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം കൊടുത്തു. ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലായിരിക്കും. സഹാബികൾ ചോദിച്ചു, വമൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ ഒരു വിഭാഗം? ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം? അപ്പൊ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ ഒരു വിഭാഗത്തിൽ മാത്രമേ സത്യമുണ്ടാകൂ, ഒരു വിഭാഗത്തിൽ മാത്രമേ ഹക്കുണ്ടാകൂ, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ. അതൊരു തീവ്രവാദമൊന്നുമല്ല. അത് പ്രസംഗിക്കുക എന്നുള്ളത് ഒരു തീവ്രവാദമായിട്ടൊന്നും ആരും കാണും വേണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സംഗതിയാണത്. മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ എല്ലാവരും നരകത്തേക്ക്, ഒന്ന് മാത്രം സ്വർഗത്തേക്ക് എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു സംഗതിയാണ്. നമ്മളതിന് ബേജാറായിട്ടോ നമ്മളതിന് ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. അവരാരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആ പാർട്ടി ആരാണ് എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാല അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ ജീവിച്ചുവോ ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. ഇവിടെ കാര്യം വ്യക്തമാണ്. മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ നമ്മൾ ഏതൊരു നിലപാടിൽ നിൽക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിൽ അടിയുറച്ചു നിന്നുവോ, ഇന്ന് ഏതൊരു വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ, ഇന്ന് ഏതൊരു കർമ്മങ്ങളിൽ നിലനിൽക്കുന്നുവോ, ഇന്ന് ഏതൊരു നിലപാടിൽ നിലനിൽക്കുന്നുവോ, ഏതൊരു മനഹജിൽ നിലനിൽക്കുന്നുവോ, ആ മനഹജിൽ നിലനിൽക്കുന്ന, ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, ആ ആദർശത്തിൽ നിലനിൽക്കുന്ന ആളുകളായിരിക്കും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. മറ്റൊരു ഹദീസിൽ ഈ ഹദീസിന് വിശദീകരണം കൊടുത്തു. അവര് അൽ ജമാഅത്തായിരിക്കും. അൽ ജമാ എന്ന് പറയുന്ന അൽ ജമാ, അവര് ജമാഅത്തായിരിക്കും. ഈ ജമാഅത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തും ആ മാർഗ്ഗം, സഹാബത്തിന്റെ മാർഗവും അവലംബിച്ച് ജീവിക്കുന്നവർ. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. ഈ ഒരു നിലപാടായിരിക്കണം ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അഹ്ലുസുന്ന, അഹ്ലി എന്ന് പറഞ്ഞാൽ ആളുകൾ, ഉടമകൾ, അവകാശികൾ എന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലുസുന്നത്തി എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നത്തി സുന്നത്തിന്റെ ഉടമകൾ, സുന്നത്തിന്റെ ആളുകൾ. സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അതാണ് മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ അതാണ് അഹ്ലുസുന്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവിടെ നിർത്തുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്ന് പറയുമ്പോൾ അൽ ജമാഅത്തിന്റെയും സുന്നത്തിന്റെയും ആളുകൾ. ആരാണ് അൽ ജമാഅത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അൽ ജമാഅത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് വിശദീകരിച്ച മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുവോ ആ സ്വഹാബികളാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത്.
അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ആ തിരുസുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബികളുടെ മാർഗവും ആ രീതിയും ആ മനഹജും ആ നിലപാടും ആ ആദർശവും ആ വിശ്വാസവും അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അഹ്ലുൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസിന്റെ ആളുകൾ, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് തന്നെയാണ് അഹ്ലുൽ ഹദീസിന്റെ ആളുകൾ. ഇവർ തന്നെയാണ് അഹ്ലുൽ അസറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അസറി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെടുന്ന സ്വഹാബികളിൽ ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇവർ തന്നെയാണ് അഹ്ലുൽ അസറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ നിലപാട് എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിന്റെ നിലപാട്, അല്ലെങ്കിൽ അഹ്ലുൽ അസറിന്റെ നിലപാട് എന്തായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സുന്നത്ത് നമുക്ക് കിട്ടിയാൽ, സ്വഹാബികളിൽ നിന്ന് അത് അവര് മനസ്സിലാക്കിയ രീതിയും ആ മനഹജും അവർ പ്രയോഗവൽക്കരിച്ച ആ രീതിയും നമുക്ക് കിട്ടിയാൽ അത് സമീഅന വ അതഅന എന്ന് പറയുക. ഈ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നത്തിനോടുള്ള നിലപാട്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. സുന്നത്തിനോട് സ്വീകരിക്കേണ്ട നിലപാട് ഇതായിരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുസുന്നത്ത് കിട്ടിയാൽ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം. ചോദ്യം ചെയ്യാതെ അതിനെ അംഗീകരിക്കുകയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും നമ്മുടെ യുക്തിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, അതല്ലെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകൾക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചാലും ഇല്ലെങ്കിലും, നമുക്കത് ശരിയായിട്ട് തോന്നിയാലും ഇല്ലെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് സ്വഹീഹായി കിട്ടിയാൽ, ഒരു ഹദീസ് സ്വഹീഹാകാൻ ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ നിശ്ചയിച്ച ആ ഉസൂലുകൾക്കനുസരിച്ച് ഒരു ഹദീസ് സ്വഹീഹായി നമുക്ക് കിട്ടിയാൽ, ആ ഹദീസ് ചോദ്യം ചെയ്യാതെ മനസ്സ വാച കർമ്മണ സമീഅന വ അതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇത് കേട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ഒരാളുടെ നിലപാട്. ഇതാണ് അഹ്ലുൽ ഹദീസിന്റെ മാർഗവും. എന്നാൽ ഈ രീതിയിൽ നിന്ന് പിന്നീട് മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും കാണുമ്പോൾ നിങ്ങൾ എന്തൊരു നിലപാട് സ്വീകരിക്കണം? ഇതെന്താ കുറെ ലഈഫായ ഹദീസുകൾ, കുറെ സ്വഹീഹായ ഹദീസുകൾ, ഇന്നാള് പറയും അത് സ്വഹീഹാണ്, ഇന്നാള് പറയും അത് ലഈഫാണ്, അപ്പൊ ഞാൻ ഏതിൽ നിൽക്കും? ആതൊരു വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസത്തിലില്ല. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകളുണ്ട്. അങ്ങനെ എനിക്ക് ശേഷം നിങ്ങൾ ഭിന്നിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീന അൽ മഹ്ദിയീന, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന സ്വഹാബികളുടെ ഖുലഫാഉ റാഷിദീങ്ങളുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലു അലൈഹാ ബിൻ നവാജിദി, മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. എന്നാൽ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ചില സംഗതികള് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടിന് എതിരായിക്കൊണ്ടുള്ള ചിന്തകൾ മുസ്ലിം സമൂഹത്തിൽ വളർന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ മുമ്പ് മുസ്ലിങ്ങളെല്ലാം ഒരൊറ്റ മനഹജിലായിരുന്നു, ഒരൊറ്റ വിശ്വാസത്തിലായിരുന്നു, ഒരൊറ്റ ആദർശത്തിലായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് അവിടെ ഭിന്നിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ആദർശപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോയി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരം ഏറ്റെടുത്തു. ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ജൂതന്മാരായ ആളുകൾ.
ആ ജൂതന്മാരായ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ പ്രശ്നങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ഈ ഒരു മുസ്ലിങ്ങളുടെ ഈ ഒരു ഇത്തരത്തിലൊരു ചുറ്റുപാടിൽ ഈ ഒരു ഇസ്ലാമിക വൃത്തത്തിൽ രാഷ്ട്രീയപരമായ ചില ഭിന്നിപ്പുകൾ ഉണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഈ രാഷ്ട്രീയപരമായ ഭിന്നതകൾക്ക് പുറമെ മുസ്ലിങ്ങളുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാനും ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഭിന്നിപ്പിക്കാനും ഈ ആദർശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആളുകൾ ശ്രമിച്ചു. ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഹദീസിനെ നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് പലരും എത്തിച്ചേർന്നു. ഹദീസിനെ നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് പലരും എത്തിച്ചേർന്നു. അങ്ങനെ ഹദീസിനെ മുഴുവനായി തന്നെ നിഷേധിക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. ഹദീസിനെ മുഴുവനായി തന്നെ ചില ആളുകൾ നിഷേധിച്ചു. ഖുർആൻ മാത്രം മതി പ്രമാണമായിട്ട് എന്നുള്ള ഒരു നിലപാട് മുസ്ലിങ്ങളിൽ ഉണ്ടായി. രണ്ടാമതൊരു നിലപാട്, ഹദീസുകളെ ഞങ്ങൾ അംഗീകരിക്കും, പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഖബർ വാഹിദ് പറ്റൂല, അതിന് മുത്തവാത്തിറായ ഹദീസുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരുപാട് ഹദീസുകളെ തള്ളിക്കളയുന്ന, അങ്ങനെ ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പ്രവണത മുസ്ലിങ്ങളിൽ ഉണ്ടായി. ചില ആളുകൾ ഇത് രണ്ടും അംഗീകരിക്കും, പക്ഷെ ഞങ്ങളുടെ ബുദ്ധിക്ക് അത് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് കുറെ ഹദീസുകൾ അങ്ങനെ തള്ളിക്കളയും. ഞങ്ങളെ ബുദ്ധിക്ക് അത് യോജിക്കൂല. അപ്പോ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസുകളൊക്കെ എങ്ങനെ നിഷേധിക്കണം? ആരാ ബുഖാരി എന്നൊക്കെയാണ് ഇന്ന് മുസ്ലിങ്ങളില് ചില ആളുകൾ ചോദിച്ചുകൊണ്ട്, ആരാ ബുഖാരി എന്നുള്ളതൊക്കെ ചോദിക്കണം. ബുഖാരി ഖുറാഫിയാണ്, ബുഖാരി വിവരമില്ലാത്ത ആളാണ്. ഈ ഒരു രൂപത്തിലേക്കുള്ള ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തത്, ഞങ്ങളുടെ യുക്തിക്ക് അംഗീകരിക്കാത്തത് ഞങ്ങൾ സ്വീകരിക്കൂല എന്നുള്ള ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട് വളർന്നു വരാനുള്ള ചില കാരണങ്ങൾ ഉണ്ടായി മുസ്ലിം സമൂഹത്തിൽ. ഈ ഒരു ഹദീസിനെ നിഷേധിക്കുന്ന പ്രവണത ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ആരാണ്? യഥാർത്ഥത്തിൽ ഖവാരിജികളാണ് ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് ആദ്യമായിട്ട് മുസ്ലിം ലോകത്ത് കടന്നു വരുന്നത്. ഖവാരിജികൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് ഭിന്നിച്ചുകൊണ്ട്, ഒരു ബിദായി കക്ഷിയായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ട് പോകുന്നത് ഖവാരിജികളാണ്. ആരായിരുന്നു ഖവാരിജികൾ? ഈ ഖവാരിജികൾ ഹദീസിനെ, ഏതാണ്ട് എല്ലാ ഹദീസുകളെയും ഖവാരിജികൾ നിഷേധിച്ചു. ഞാൻ പറയുന്നത്, ഇന്ന് ഹദീസിനെ നിഷേധിക്കുന്ന ഈ പ്രവണത, ഇന്ന് ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളുടെ മുൻഗാമികൾ ആരാണ് എന്നുള്ളതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചുകൊണ്ട് ആദ്യമായി പുറത്തുപോയ വിഭാഗമായ ഖവാരിജികൾ. ഈ ഖവാരിജികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും തമ്മിലുണ്ടായ സിഫീൻ യുദ്ധം. ഈ സിഫീൻ യുദ്ധത്തിൽ രണ്ട് വിഭാഗത്തു നിന്നും ഓരോരുത്തരെ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവും എത്തിച്ചേർന്നപ്പോൾ, ഇങ്ങനെ മനുഷ്യരെ വിധികർത്താക്കളാക്കുന്നത് ഖുർആനിന്റെ വിരുദ്ധമാണ്, ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും, ഈ നിലപാടെടുത്ത അലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുആവിയ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മധ്യസ്ഥന്മാരായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെയുള്ള എല്ലാ സ്വഹാബികളും ഇതോടുകൂടി കാഫിറുകളായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒന്നാമതായിക്കൊണ്ട് ഭിന്നിച്ചു പോയ ആളുകളാണ് ഖവാരിജികൾ. അപ്പൊ ഈ മധ്യസ്ഥ നിലപാട് അംഗീകരിച്ച എല്ലാ സ്വഹാബികളും കാഫിറുകൾ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവരൊക്കെ കാഫിറുകൾ. ആര് കാഫിർ? അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുതൽ മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ ആ രണ്ട് സംഭവങ്ങളിലും പങ്കെടുത്ത എല്ലാ ആളുകളും കാഫിർ. അപ്പൊ കാഫിറുകളാകുമ്പോ പിന്നെ അവരുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അപ്പൊ പിന്നെ അവരുടെ ഹദീസുകൾ അവർ സ്വീകരിച്ചില്ല. ആര്? ഖവാരിജികൾ. ഇങ്ങനെ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് ഈ ഖവാരിജികളാണ് എന്നർത്ഥം. അന്ന് സ്വഹാബികൾ എല്ലാവരും മരണപ്പെട്ടു പോയിട്ടില്ല. ഖവാരിജികൾ രംഗത്ത് വന്നു. പിന്നീട് ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് കടന്നു വരുന്നത് ഷിയാക്കളാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഖലീഫ ആകേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല എന്നും, ആ ഖിലാഫത്ത് കിട്ടേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു എന്നും വാദിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് സ്ഥാനം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഈ ആളുകൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബികളെ കാഫിറാക്കിക്കൊണ്ട് കടന്നു വന്ന വിഭാഗമാണ് ഷിയാക്കൾ. അതുകൊണ്ട് ഷിയാക്കൾ എന്ത് ചെയ്യൂല? അവരും ഈ സ്വഹാബികളിൽ നിന്നുള്ള ഹദീസുകളൊന്നും ഷിയാക്കളും സ്വീകരിക്കൂല. നിങ്ങൾ നോക്കണം,
ഇന്ന് ഹദീസിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസിനെ വരെ അതിന്റെ ബുദ്ധിക്ക് യോജിക്കൂല, അതല്ലെങ്കിൽ ഞാനത് ഇന്ന് വരെ കേട്ടിട്ടില്ല. ഏത് ഈ പറയുന്ന ഹദീസ് പള്ളിയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വരെ ഉള്ള ഹദീസ്, ഒരു ഈച്ച പാനീയത്തിൽ വീണാൽ അതിന്റെ മറ്റേ ചിറക് കൂടി മുക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി കരയുന്നത് പിശാച് കുത്തിയിട്ടാണ്, അത് അവന്റെ തലക്കുമ്പുറത്തിരിക്കുന്ന റിയാദുസ് സ്വാലിഹീനിൽ വരെ അതുണ്ട്. അപ്പൊ പറയും ഞാനത് ഇതുവരെ കേട്ടിട്ടില്ല. ഇങ്ങനെ ഹദീസിനെ നിഷേധിക്കുന്ന ഈ ആളുകള് അവരുടെ മുൻഗാമികൾ ആരാണ്? ഒന്ന് ഖവാരിജികൾ, രണ്ടാമത് ഷിയാക്കള്. ഷിയാക്കൾ ഇവരുടെ ഹദീസ് ഒന്നും സ്വീകരിക്കൂല. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, സുബൈർ റളിയല്ലാഹു അൻഹു, തുൽഹ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ഹദീസുകളൊന്നും ഷിയാക്കൾ സ്വീകരിക്കൂല. മാത്രമല്ല ഷിയാക്കളിലെ ഏറ്റവും തീവ്രവാദ വിഭാഗമാണ് റാഫിലിയാക്കള്. നമ്മൾ കേട്ടിട്ടുണ്ടാവും റാഫിലിയാക്കള്. ഇമാം സുയൂത്തി അദ്ദേഹത്തിന് മിഫ്താഹുൽ ജന്ന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് റാഫിലികളെ മുത്തവാത്തിറായ ഹദീസുകളെ പോലും ഖുർആൻ മാത്രം മതി, ഹദീസ് പ്രമാണമല്ല, സുന്നത്തിനെ തന്നെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകളാണ് ഈ ഷിയാക്കളിലെ തീവ്രവാദ വിഭാഗമായ ഈ റാഫിലീങ്ങൾ എന്നാണ് ഇമാം സുയൂത്തി പോലും വിശദീകരിക്കുന്നത്. കാരണം റാഫിലീങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു നുബുവത്ത് കിട്ടേണ്ടിയിരുന്നത്, അലി റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. ആ അലി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടേണ്ട നുബുവത്ത് ജിബ്രീൽ എന്ത് ചെയ്തു? അബദ്ധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ കാഫിറുകളാണ്. അപ്പൊ ഈ റാഫിലികൾ ഏതാണ്ട് എല്ലാ ഹദീസുകളെയും ഖുർആൻ മാത്രം മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് റാഫിലികൾ എത്തിച്ചേർന്നു. പിന്നീട് ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഖദരിയാക്കളാണ്. ഇതൊക്കെ മുസ്ലിങ്ങളിലുള്ള വിഭാഗമാണ്. ഖദരിയാക്കളെ ഹദീസിനെ നിഷേധിച്ചത് ഞാൻ ഈ പറഞ്ഞ ഷിയാക്കൾക്കും ഖവാരിജുകൾക്കും ഹദീസിനെ നിഷേധിക്കാനുള്ള കാരണങ്ങൾ വേറെയിരുന്നു, ഈ പറഞ്ഞ കാരണങ്ങളായിരുന്നു. പക്ഷെ ഖദരിയാക്കളെ ഹദീസിനെ നിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഖദരിയാക്കളെ ഹദീസിനെ നിഷേധിക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്നുള്ളതാണ്. ആ ഒരു നിലപാട് ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം എടുക്കുന്നത് ആരാണെന്ന് അറിയോ? ഖദരിയാക്കൾ. ആരാ ഖദരിയാക്കള്? ഖദറിനെ നിഷേധിച്ച ആൾക്കാരാണ് ഖദരിയാക്കൾ. ഖദറിനെ നിഷേധിച്ചു. എന്താ ഖദറിനെ നിഷേധിച്ചു എന്ന് പറഞ്ഞാല്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖദറിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ സഹോദരങ്ങളെ, ഖദരിയാക്കളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഖദരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് ഖദറിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിനെതിരായിരുന്നു ഖദരിയാക്കളുടെ വിശ്വാസം. എന്താണ് ഖദറിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു അറിയുന്നു എന്നും ആ അറിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട്. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നും ആ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നുള്ളൂ എന്നും ആ കാര്യങ്ങൾ അള്ളാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുമുള്ളതാണ് ഖദറിനെ സംബന്ധിച്ചിടത്തോളമുള്ള അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ ഖദരിയാക്കൾ എന്ത് ചെയ്തെന്നറിയോ? ഖദരിയാക്കൾ ഇങ്ങനെ ആലോചിച്ചു, അതെങ്ങനെയാണ്, അത് നടക്കൂലല്ലോ, ലോകത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു മുൻകൂട്ടി കാണുക, അത് അറിയുക, എന്നിട്ട് അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അവരുടെ ബുദ്ധിക്ക് അത് യോജിച്ചില്ല. അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഈ ഖദറിനെ അവർ നിഷേധിച്ചു. ലാ ഖദർ അൽ അംറു ഉൻഫുൻ. ഇങ്ങനെ ഖദർ അല്ലാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, അത് അറിയുന്നില്ല. കാര്യങ്ങൾ അപ്പോൾ അത് നടക്കുന്നു, ആ സമയത്ത് അല്ലാഹു അത് അറിയുന്നു. കാരണം അവരുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല.
കാരണം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹു കാര്യങ്ങൾ അറിയുന്നോ അതനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഖദരിയാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കണില്ല. അതെങ്ങനെ ശരിയാകും? അള്ളാഹു നടക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാര് കർമ്മങ്ങൾ ചെയ്യുന്നതിന് എന്തടിസ്ഥാനമുള്ളത്? ഈ നിലയ്ക്ക് അവർ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ഈ ഖദറിൽ വന്നിട്ടുള്ള ഹദീസുകളെ മുഴുവൻ അവർ നിഷേധിക്കുകയും ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഖദരിയാക്കളും ഖവാരിജുകളും ഷിയാക്കളും രംഗത്ത് വരുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ ഹദീസ് നിഷേധികൾ കടന്നു വരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പലരും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഖദരിയാക്കളെ കുറിച്ച് വിവരം കിട്ടിയ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖദറിൽ അവർ വിശ്വസിക്കുന്നത് വരെ അവരുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല. അവർ മുസ്ലിങ്ങളിലെ ആളുകളായിരുന്നു ഈ ഖദരിയാക്കള്. അവർ ഉഹുദ് മലയോളം ധനം ചെലവഴിച്ചാലും ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല. അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പോലും ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചതായിട്ട് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ഹദീസുകളെ നിഷേധിച്ച് രംഗത്ത് വന്ന വിഭാഗമാണ് ആര്? ഖദരിയാക്കളായ ആളുകൾ. അങ്ങനെ ഖദരിയാക്കളും ഹദീസിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത, ബുദ്ധി കൊണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഖദരിയാക്കൾ രംഗത്ത് വന്നത്. പിന്നെ ഈ ഖദരിയാക്കളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് മുഅ്തസില വിഭാഗം രംഗത്ത് വരുന്നത്. മുഅ്തസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? മുഅ്തസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു കാര്യം വന്നോ ഹദീസിൽ ഒരു കാര്യം വന്നോ അത് അവരുടെ ബുദ്ധി കൊണ്ട് അവരിങ്ങനെ നോക്കും. എന്നിട്ട് അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കുമെന്നുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ അത് തട്ടും. അതിന് ഖുർആനിന്റെ ആയത്താണെങ്കിലും ശരി, സ്വഹീഹുൽ ബുഖാരി സാക്ഷാൽ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണെങ്കിലും ശരി, എന്ത് ചെയ്യും? അവരുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മുഅ്തസിലിയാക്കളായ ആൾക്കാർ അത് തട്ടും. ഇവരാണ് മുഅ്തസിലി. മുഅ്തസിലി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബുദ്ധി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രമാണങ്ങൾക്ക് അവരുടെ ഇടയിൽ ഒരു സ്ഥാനമല്ല. ഇങ്ങനെ ഈ മുഅ്തസിലിയാക്കൾ ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാകളെ സിഫാത്തുകൾ അവരെ നിഷേധിച്ചു, സ്ഥിരപ്പെട്ട ഹദീസുകൾ അവരെ നിഷേധിച്ചു. കാരണം അതൊക്കെ അവര് ബുദ്ധി കൊണ്ട് ഒരു തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് പിന്നെ അതിനൊക്കെ അവർ വ്യാഖ്യാനിച്ചത് മുഅ്തസിലിയാക്കളായ ആൾക്കാർ ബുദ്ധിക്ക്. ഇപ്പൊ ഇമാം റാസിഖ് അതിന്റെ ആളായിരുന്നു, മുഅ്തസിലിയായിരുന്നു. ഇമാം ഗസ്സാലി അതിന്റെ ആളായിരുന്നു. അതേപോലെ തന്നെ അഹ്ലുസുന്നന്റെ ഇമാമായിരുന്ന അബുൽ ഹസൻ അശ്ശരി അതിന്റെ ആളായിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നീട് തൗബ ചെയ്ത് മടങ്ങി. ഇമാം റാസി മുഅ്തസിലിയായിരുന്നു. ഇമാം റാസി വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിലൊക്കെ വലിയ ചർച്ചയാണ് ഇമാം റാസിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. അദ്ദേഹം തഫ്സീർ ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ഇമാം റാസി മുഅ്തസിലിയായിട്ട് ജീവിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം റാസിന്റെ തഫ്സീർ എന്നുള്ള ഒരു നിലക്ക് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രാമാണികയോഗ്യമായ ഒരു തഫ്സീറായിട്ട് ഇമാം റാസിന്റെ തഫ്സീർ അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നീട് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇമാം റാസി തൗബ ചെയ്ത് മടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥവും എഴുതി വെച്ചു. ഇമാം റാസി അഖ്സാമുൽ ലദ്ദാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ബുദ്ധിയും കൊണ്ട് കുറെ നടന്നു, എനിക്കതിൽ നിന്നൊന്നും കിട്ടിയില്ല, എൻ്റെ ആയുസ് ഞാൻ തുലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി നെഞ്ചത്ത് വെച്ചിട്ടാണ് ഇമാം റാസി ഈ ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ടാണ് ഇമാം റാസിന്റെ തഫ്സീറൊക്കെ ഉദ്ധരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം. ഇതേപോലെ തന്നെയാണ് ഇമാം ഗസ്സാലി, അബു ഹസൻ അശ്ശരി. അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് വിട്ടുപോരുകയും പിന്നീട് ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തു, അദ്ദേഹം ഇബാറ എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ ഇങ്ങനെ മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നു. ഇത് ഈ ഒരു ചിന്ത അങ്ങോട്ട് സമൂഹത്തിലൂടെ വ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇൽമുൽ കലാമിന്റെ വളർച്ച. ഇൽമുൽ കലാം എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നെ ഇന്ത്യയിലുണ്ടായ അദ്വൈതമൊക്കെ ഉണ്ടല്ലോ, അദ്വൈതം. അതേപോലെ തന്നെ ഗ്രീക്കിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന ഫൽസഫ, അതെല്ലാം പാടെ കൂടിച്ചെടുത്തിട്ടുള്ള ഒരു സകല ഗുലാബി. അവിടെ പ്രമാണങ്ങൾക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. അവിടെ ബുദ്ധിക്കായിരിക്കും പ്രാധാന്യം ഉണ്ടാക്കുക. ബുദ്ധി കൊണ്ട് അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഖുർആനി ഹദീസിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ഇവർ ഏകദേശം ഒരൊറ്റ ജമാഅത്താണ്, ഒരേ തൂവൽ പക്ഷികളാണ്. ആര്? ഖദരിയാക്കളും ഈ മുഅ്തസിലിയാക്കളും ഈ ഇൽമുൽ കലാമിന്റെ ആൾക്കാർ, ഈ ഫൽസഫന്റെ ആളുകളൊക്കെ ഏകദേശം ഒരേ നിലപാടാണ് അവർക്ക് പ്രമാണങ്ങളോടുള്ളത്. ഏതാണ്ട് ഒരേ നിലപാടാണ്. അതായത് അവരുടെ ബുദ്ധിക്കും അവരുടെ യുക്തിക്കും അവർക്ക് മനസ്സിലാകാത്ത ഹദീസുകളെയും ആയത്തുകളെയും അവരെ നിഷേധിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഈ ആളുകൾക്കൊക്കെ ഉള്ളത്. ആ നിലപാട് ഖവാരിജികൾ സ്വീകരിച്ച, ഷിയാക്കൾ സ്വീകരിച്ച, ഖദരിയാക്കൾ സ്വീകരിച്ച, മുഅ്തസിലികൾ സ്വീകരിച്ച, ഇൽമുൽ
കലാമിന്റെയും ഫൽസഫയുടെയും ആളുകൾ സ്വീകരിച്ച ഈ ഹദീസിനെ തള്ളിക്കളയുക, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ നിഷേധിക്കുക എന്ന പ്രവണത പിന്നീട് ലോകത്ത് കൊണ്ടുവരുന്നത് കുരിശ് യുദ്ധത്തിന്റെ ആളുകളാണ്. കാരണം അവര് മനസ്സിലാക്കി എന്തറിയോ, ഇസ്ലാമിനെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആനിനെ തകർക്കണം. ഖുർആനിനെ തകർക്കാതെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല. കാരണം ഖുർആനാണ് ആയുധം. അപ്പൊ ഖുർആനിനെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഹദീസിനെ പിടികൂടണം. അതുകൊണ്ട് തന്നെ ഈ കുരിശ് യുദ്ധത്തിന് ശേഷം അവർ ചിന്തിച്ചെന്താ അറിയോ, ആയുധം കൊണ്ടുള്ള യുദ്ധമൊക്കെ ഇനി മണ്ടത്തരാണ്, അതിലൊന്നും ഇനി വലിയ കാര്യമില്ല. ഇനി എന്ത് ചെയ്യാ? സാംസ്കാരികമായിട്ട് ആദർശപരമായിട്ട് മുസ്ലിങ്ങളെ നേരിടുക, മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ ആദർശത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കുക എന്നുള്ള നിലപാട് ഇതിലേക്ക് കുരിശ് യോദ്ധാക്കൾ എത്തിച്ചേർന്നപ്പോൾ അതിനുവേണ്ടി അവരൊരു പ്രസ്ഥാനം തന്നെ രൂപീകരിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് ഓറിയന്റലിസ്റ്റ്, അങ്ങനെ ഒരു വിഭാഗം ഇവര് രംഗത്തുണ്ടെന്നു. ഓറിയന്റലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വളരെ രസകരമായ സംഗതിയാണ്. ഖുർആനും ഹദീസും കൊണ്ട് കലക്കി കുടിച്ച ആളുകളാണ് ഓറിയന്റലിസ്റ്റുകളായ ആൾക്കാർ. നമ്മൾ പോലും മൂക്കത്ത് ഇങ്ങനെ വിരല് വെച്ച് പോകും അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ. അത്രക്കും ഖുർആനെയും ഹദീസിനെയും ഓരോ ഹദീസിനെയും ഇന്ന് നമ്മുടെ കേരളത്തില് ആളുകൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഹദീസുകളുണ്ടല്ലോ. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ആര് പറഞ്ഞതാണ് അറിയോ? ഇതൊക്കെ ഈ ഓറിയന്റലിസ്റ്റുകളാണ് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയത്. അവർക്ക് വളം കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ആളുകളിൽ നിന്നും. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഘടന തന്നെ, ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ അവർ രൂപീകരിക്കുകയും മുസ്ലിങ്ങളെ ആദർശപരമായിട്ട് അവർ തകർക്കാൻ ശ്രമിക്കുകയും ഹദീസിനെ അവർ പിടികൂടുകയും അങ്ങനെ കുറെ ഹദീസ് അവർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും കണ്ടോ, ഈ ഹദീസൊന്നും ബുദ്ധിക്ക് യോജിക്കൂല, ഈ ഹദീസൊന്നും ബുദ്ധിക്ക് യോജിക്കൂല, ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിച്ചതാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ് എന്നുള്ള വ്യാപകമായ പ്രചരണങ്ങൾ അവർ നടത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഗോൾഡ് സിഹർ എന്ന് പറയുന്ന ആൾ. അയാൾ അത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയിട്ടുള്ളത് അറിയോ? ഗോൾഡ് സിഹർ ഒരുപാട് ഗ്രന്ഥങ്ങൾ അയാൾ എഴുതിയിട്ടുണ്ട്. അവരത് പ്രചരിപ്പിച്ചു, നാടുനീളം അവർ പ്രചരിപ്പിച്ചു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വിമർശനങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ്. പിന്നീട് ഈ ഓറിയന്റലിസ്റ്റുകളിൽ നിന്ന് ഇത് കടമെടുക്കുന്നത് ആരാണെന്ന് അറിയോ? നമ്മൾ മോഡേണിസ്റ്റുകൾ എന്ന് പറയും. അവരുടെ പേരുകളൊക്കെ മുസ്ലിം പേരുകളായിരിക്കും. മുസ്ലിം നാമധാരികളായ മോഡേണിസ്റ്റുകളാണ് ഈ ഹദീസ് നിഷേധവുമായിക്കൊണ്ട് പിന്നീട് രംഗത്ത് വരുന്നത്. അവരുടെ പേര് മുസ്ലിം ആയിരിക്കും, അവരുടെ നിലപാട് ഇസ്ലാമായിരിക്കും, ഖുർആനും ഹദീസൊക്കെ തന്നെ ആയിരിക്കും അവർ പറയുക. പക്ഷെ ഈ ഓറിയന്റലിസ്റ്റുകളുടെ അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മോഡേണിസ്റ്റുകളായ മുസ്ലിം നാമം മാത്രം സ്വീകരിച്ച മോഡേണിസ്റ്റുകൾ പിന്നീട് രംഗത്ത് വന്നു. അങ്ങനെ മോഡേണിസ്റ്റുകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസുകളെ നിഷേധിക്കുക എന്ന പ്രവണത ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. അറബ് ലോകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് മോഡേണിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അഹമ്മദ് അമീൻ, കുറച്ചൊക്കെ ഇസ്ലാമികമായ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം അഹമ്മദ് അമീൻ. അതേപോലെ തന്നെ അബു റയ്യ എന്ന് പറയുന്ന ആള്. ഇങ്ങനെ കുറെ ആളുകൾ അറബ് ലോകത്തുണ്ടായി. ഹദീസിനെ നിശ്ചയിച്ചുകൊണ്ട് ഈ ഓറിയന്റലിസ്റ്റുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കുറെ ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മോഡേണിസ്റ്റുകൾ എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുകയും ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് കടന്നു വന്ന മുസ്ലിം ലോകത്ത് കടന്നു വന്ന ആളുകളാണ് ഇവര്. ഇങ്ങനെ ഈ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസിനെ നിഷേധിച്ച ആളുകളിൽ പ്രഗത്ഭനായ ഒരാളായിരുന്നവരറിയോ? നമ്മുടെ ഈജിപ്തിലുണ്ടായിരുന്ന റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഖാനി തുടങ്ങിയ ആളുകൾ. യഥാർത്ഥത്തിൽ ഇവരുടെ ചിന്താഗതി ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ റഷീദ് റിള, അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദു, അവര് ഈ ഓറിയന്റലിസ്റ്റുകളുടെ അതേ വാദഗതികളെ യഥാർത്ഥത്തിൽ അവര് ലോകത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഓറിയന്റലിസ്റ്റുകളുടെ അതേ വാദഗതി, അതേപോലെ തന്നെ ഖവാരിജത്തിന്റെയും ഖദരിയത്തിന്റെ ഒക്കെ വാദഗതികള്, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളിക്കളയുക, അതേപോലെ തന്നെ ഖബർ വാഹിദുകളെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറ്റുകയില്ല, അങ്ങനെ കുറെ ഹദീസുകൾ അവർ ആ രൂപത്തിൽ തള്ളിക്കളഞ്ഞു. ഇപ്പൊ മുഹമ്മദ് അബ്ദുവിനെ സംബന്ധിച്ചിടത്തോളം മസീഹു ദജ്ജാൽ, അദ്ദേഹം മസീഹു ദജ്ജാലിനെ അംഗീകരിക്കുന്ന ആളല്ല. അതേപോലെ തന്നെ മലക്കുകളുടെ പ്രത്യേകമായ സൃഷ്ടിപ്പ് അദ്ദേഹം അംഗീകരിക്കുന്ന ആളല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ അതിനെ അദ്ദേഹം നിഷേധിക്കുന്ന ആളാണ്. ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന സംഭവം അദ്ദേഹം അതിനെ നിഷേധിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ പോലും ഈ മുഹമ്മദ് അബ്ദുവിന്റെ ലലാലാത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ പോലും അറബ് ലോകത്ത് നമുക്ക് കിട്ടും.
അപ്പൊ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഇവർ രംഗത്ത് വന്നു. അങ്ങനെ ഈ അറബ് ലോകത്തും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായ ഈ ഹദീസ് നിഷേധം പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇന്ത്യയിലേക്ക് ഇത് കടന്നു വരുന്നത് പല ആളുകളിലൂടെ ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ചരിത്രത്തിൽ വേറെ അദ്ദേഹത്തെ കുറിച്ച് പലതും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഹദീസ് നിഷേധത്തിന്റെ പ്രവണത ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിച്ചത് ഈ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ച പങ്ക് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി വേറെ പല ആളുകളും ഇത് ഏറ്റെടുത്തു. പിന്നീട് ഇത് കേരളത്തിലേക്ക് കടന്നു വന്നു. കേരളത്തില് ഈ പ്രവണത തുടങ്ങുന്നത് കണ്ണൂരിന്റെ ഭാഗങ്ങളിൽ നിന്നാണ്. ഈ പ്രവണത ഇങ്ങനെ തുടക്കം കുറിച്ചു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. ചരിത്രത്തിൽ നമ്മളിത് വായിച്ചു പോകുന്നുണ്ട്. കണ്ണൂരിന്റെ ഭാഗത്തൊക്കെ ഈ പ്രവണത ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് ഇത് വളരെ വ്യാപകമായ രീതിയിൽ കേരളത്തിൽ ഈ ഹദീസ് നിഷേധ പ്രവണത വളർത്തിക്കൊണ്ടുവന്നത് CN അഹമ്മദ് മൗലവി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ കേരളത്തിൽ ആദ്യമായിട്ട് സ്വഹീഹുൽ ബുഖാരിക്ക് പരിഭാഷ എഴുതുന്നത് CN അഹമ്മദ് മൗലവിയാണ്. അദ്ദേഹത്തെ ആ പരിഭാഷയുടെ ആമുഖത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അഹ്ലുസുന്നത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ CN അഹമ്മദ് മൗലവി ഖുർആനിന്റെ ആയത്തുകൾ പോലും അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് ഖുർആനിന്റെ ആയത്തുകൾ പോലും അദ്ദേഹം നിഷേധിക്കുകയാണ്. അതേപോലെ തന്നെ ജിന്നുകൾ അദ്ദേഹം നിഷേധിച്ചു. ജിന്ന് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, വൈറസ്, അത് മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ CN അഹമ്മദ് മൗലവിയുടെ വാദം ഇന്ന് കേരളത്തിലെ പല ആളുകൾക്കും ഇന്ന് അത് കൊണ്ടുനടക്കാനുണ്ട്. ഈ ജിന്നി എന്നുള്ളത് വൈറസാണ്, ബാക്ടീരിയയാണ്, അങ്ങനെയുള്ള ഒരു വാദം. അതേപോലെ തന്നെ അത് പ്രത്യേകമായൊരു പഴഞ്ചൻ വിഭാഗമാണ്. ഈ രൂപത്തിലുള്ള വാദങ്ങൾ ധാരാളമായിട്ട് CN അഹമ്മദ് മൗലവി കേരളത്തിൽ പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ മൂസാ നബി പ്രവാചകന്മാർക്കുണ്ടായ മുഅ്ജിസത്തുകളെ ഏതാണ്ട് മുഅ്ജിസത്തുകളൊക്കെ CN അഹമ്മദ് മൗലവി നിഷേധിച്ചു. നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത്, ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് സമുദ്രത്തിലടിച്ചു. സമുദ്രം രണ്ട് ഭാഗത്തേക്ക് മല പോലെ മാറുന്നു എന്നുള്ളത് ഖുർആനിൽ നമ്മൾ വിശദീകരിച്ചതും നമ്മൾ മനസ്സിലാക്കിയത് അഹ്ലുസുന്നത്തിന്റെ അഖീദ അതാണ്. പക്ഷെ CN അഹമ്മദ് മൗലവി പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ പരിചയമുള്ള ആളായിരുന്നു. വേലിയേറ്റം വേലിയിറക്കം ഉണ്ടായപ്പോൾ അവിടെ മണൽത്തിട്ടകൾ ഉണ്ടായിരുന്നു. ആഴല്ലാത്ത സ്ഥലം നോക്കിയിട്ട് വടി കുത്തി പിടിച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാം അക്കരെ കടന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് CN. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന് അങ്ങനെ ഒരുപാട്, അത് നമ്മൾ വേറൊരു വിഷയമായിട്ട് നമ്മൾ ആ കാര്യം പഠിക്കുകയും ഇതാക്കുകയും ചെയ്യണം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകളെ പോലും നിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ CN മൗലവിയുടെ പ്രവർത്തനങ്ങൾ നടന്നു. അതേപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ പോലും, സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുമ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണം ഏതാ? മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ. ബുഖാരിയും മുസ്ലിമും സംയുക്തമായിട്ട് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖുർആൻ കഴിഞ്ഞ മുസ്ലിങ്ങളുടെ പ്രമാണത, പിന്നെ ബുഖാരിയാണ്, പിന്നെ മുസ്ലിമാണ്. അതിൽ സ്ഥിരപ്പെട്ട മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളെ പോലും CN നിഷേധിച്ചു. പിന്നീട് ഈ CNന്റെ വാദങ്ങൾ ഏകദേശം അതേ ഒരു കാലഘട്ടത്തിൽ തന്നെ ചേകന്നൂർ മൗലവി ഏറ്റെടുക്കുകയും ഖുർആൻ മാത്രം മതി പ്രമാണമായിട്ട്, ഹദീസ് പ്രമാണമല്ല, ഹദീസ് വാറോലകളാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ്, അതേപോലെ തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി, നിസ്കാരം 5 വക്തുള്ള അത് 3 വക്തേ ഉള്ളൂ, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ 2 സാക്ഷി വേണം, ഇങ്ങനെയുള്ള കുറെ, ബുഖാരി എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനാണ്. ഈ വാദവുമായിട്ട് ചേകന്നൂർ മൗലവി രംഗത്ത് വരികയും അദ്ദേഹം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സ്ഥാപിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ട് നടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത കേരളത്തിൽ വ്യാപിച്ചു. നമ്മൾ പറഞ്ഞു ഈ ഹദീസിനെ തള്ളിക്കളയുക, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ നിരാകരിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ തുടങ്ങി വെച്ചത് ആരാണെന്നുള്ളതും പിന്നീട് ലോകത്തത് പ്രചരിപ്പിച്ചത് ആരാണ് എന്നുള്ളതും ഇന്ത്യയിലേക്ക് അതങ്ങനെ കടന്നു വന്നു എന്നുള്ളതും കേരളത്തിൽ അതെങ്ങനെ വ്യാപിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു തരം ചിന്താഗതിയാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്താഗതികൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബുഖാരിയിലെ ഹദീസുകളെ നിഷേധിക്കുന്ന പ്രവണത. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മിഅ്റാജിനെ അംഗീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഅ്ജിസത്താണ് ഇസ്റാഉം മിഅ്റാജും. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് നടന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് എന്റെ ഇരിക്കുന്ന മുമ്പിലുള്ള ആളുകളൊക്കെ തന്നെ. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്തിന്റെ നിലപാട് അതാണ്. എന്നാൽ ഈ മിഅ്റാജിനെ പോലും നിഷേധിച്ചു ഈ ചേകന്നൂരിന്റെ ആദർശവുമായിട്ട് നടക്കുന്ന ആളുകൾ, അബ്ദുസ്സലാം സുല്ലമിയെ പോലുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞു മിഅ്റാജ് എന്നുള്ളത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകളുടെയും മോഡേണിസ്റ്റുകളുടെയും വാദഗതി, ആ മുഹമ്മദ് അബ്ദുവിന്റെയും വാദഗതികൾ കേരളത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം, അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചേകന്നൂരികളല്ല, ഈ ചേകന്നൂരിന്റെ ആദർശവുമായിട്ട് നടക്കുന്ന കുറെ ആളുകൾ.
ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ, ഖുർആനിന്റെ നസ്സാണത്. അപ്പൊ അവർ പറയുന്നത് ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ എന്നുള്ളത് ഖുർആൻ അത് ഭാവി കാലത്തിന് പ്രയോഗിച്ചതാണ്. ഖുർആന്റെ പ്രയോഗം അങ്ങനെ ഉണ്ട്. വേറെ കുറെ ആയത്തുകൾക്ക് എങ്ങനെ ഉണ്ടാവും, മാലിന്റെ പ്രയോഗമായിരിക്കും, പക്ഷെ അത് നടക്കുന്നത് ഭാവി കാലത്തായിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, ചന്ദ്രൻ പിളരും ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച്. ഇതുവരെ ചന്ദ്രൻ പിളർന്നിട്ടില്ല. ഈ രൂപത്തിൽ എണ്ണമറ്റ ഹദീസുകളെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിക്ക് അത് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായിട്ട് ഉദ്ധരിച്ചൊരു ഹദീസാണ്, മലക്കുൽ മൗത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വന്നു, മൂസാ നബി അലൈഹി സ്വലാം മലക്കുൽ മൗത്തിനെ അടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. അത് ബുഖാരിയിൽ 2 സ്ഥലത്തുണ്ട്, മുസ്ലിമിൽ 3 സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഹദീസുകളൊക്കെ. അപ്പൊ ഞാനത് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും കുറച്ച് ആൾക്കാർ, അതിപ്പോ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും, അതെനിക്ക് വിശദീകരിക്കാൻ അവിടെ സമയമല്ല. അതൊക്കെ മുസ്ലിം ലോകത്ത് ആരെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള ഹദീസുകളെ നിഷേധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ ഹദീസുകളെയൊക്കെ ലോകത്ത് നിഷേധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്തസിലി ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിനെ ആദ്യം നിഷേധിക്കുന്ന ആരാ? മുഅ്തസിലികളാണ്. പിന്നെ മുഹമ്മദ് അബ്ദുവാണ്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരാ. പിന്നെ കേരളത്തിലുള്ള കുറച്ച് ആളുകളുമാണ്. അത് നമ്മൾ ഓരോന്ന് വേറെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ആ ഹദീസുകൾ എന്തൊക്കെയാണ്, ആ ഹദീസിനെ സംബന്ധിച്ച് സ്വഹാബികൾ സ്വീകരിച്ച നിലപാട് എന്താണ്. ഞാൻ പറയുന്നത്, ഞാനൊരു വിഷയം അവസാനിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഖുർആൻ കൊണ്ടൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ, ഹദീസ് കൊണ്ടൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ, അത് നമ്മൾ കേട്ടതാണെങ്കിലും അറിയാത്തതാണെങ്കിലും, നമ്മൾ പഠിച്ചതാണെങ്കിലും പഠിക്കാത്തതാണെങ്കിലും, അത് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും, ഒരു മുസ്ലിമിന്റെ നിലപാട് സമിഅനാ വ അതഅനാ എന്നുള്ളതായിരിക്കും. നമ്മുടെ ബുദ്ധിക്ക് ഒക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ടല്ല ഒരു കാര്യം നമ്മൾ സ്വീകരിക്കേണ്ടത്. 2 സംഭവങ്ങൾ ഞാൻ പറയട്ടെ. മസീഹ് ദജ്ജാലിന്റെ വിഷയമായിട്ട് വന്ന 2 സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഈമാൻ നമുക്ക് വേണം, അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം. ദജ്ജാലിന്റെ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദജ്ജാൽ വരും. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ അടുത്തുള്ള വഹീദ് മലയുടെ പിന്നിലായിരിക്കും മസീഹ് ദജ്ജാൽ താവളടിക്കുക. മസീഹ് ദജ്ജാൽ അവിടെ വന്നിട്ട് തമ്പടിക്കും. കാരണം ഹറമിലേക്ക് പ്രവേശിക്കാൻ മസീഹ് ദജ്ജാലിന് എന്തുണ്ടാവില്ല, അനുവാദം ഉണ്ടാവില്ല. എന്നിട്ട് മസീഹ് ദജ്ജാൽ അവന്റെ അനുയായികളോട് ചോദിക്കുമെന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലു ലി അസ്ഹാബിഹി, മസീഹ് ദജ്ജാൽ തന്റെ അനുയായികളോട് ചോദിക്കും. എന്താ ചോദിക്കുക? അത്തറൗന ഹാദൽ ഖസ്റൽ അബ്യൽ, നിങ്ങൾ കണ്ടില്ലേ ഈ വൈറ്റ് പാലസ്, നിങ്ങൾ കണ്ടില്ലേ? ഖസ്റുൽ അബ്യൽ, വെളുത്ത കൊട്ടാരം എന്നുള്ളതാ. ഇത് മസീഹ് ദജ്ജാൽ അനുയായികളോട് ചോദിക്കും, ഈ വെളുത്ത പാലസ്, ഈ വൈറ്റ് പാലസ്, ഇത് നിങ്ങൾ കണ്ടോ? ഇത് മുഹമ്മദിന്റെ പാലസാണ്. ഈ വൈറ്റ് പാലസ് മുഹമ്മദിന്റേതാണെന്ന് മസീഹ് ദജ്ജാൽ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന പള്ളിന്റെ കോലെന്താ കൂട്ടരെ? മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഈത്തപ്പനന്റെ തടിയും മട്ടലും ഉപയോഗിച്ച ആ പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മസീഹ് ദജ്ജാൽ ലോകാവസാനത്തിന്റെ തൊട്ട് മുമ്പ് ഉഹദ് മലക്ക് പിന്നിൽ നിന്ന് താവളം അടിച്ചുകൊണ്ട് അവൻ അനുയായികളോട് ഈ പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും, ഈ വൈറ്റ് പാലസ് ആരുടേതാണ്? സ്വഹാബികളുടെ ഈമാൻ എന്തായിരുന്നു? സ്വഹാബികൾ, ഈ നബി എന്ത് പൊട്ടത്തരാ പറയുന്നത്? കാരണം എന്താ? അന്നത്തെ പള്ളിന്റെ കോലെന്താ? ഈത്തപ്പനന്റെ മട്ടൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയാ. മഴ പെയ്താൽ ചെളിവെള്ളത്തിൽ അള്ളാന്റെ റസൂല് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. സ്വഹാബികള് അള്ളാന്റെ റസൂല് പൊട്ടനാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് ചില ഹദീസുകൾ കേൾക്കുമ്പോ ഇതെന്താ പൊട്ടത്തരം, ഇതെന്താ പൊട്ടത്തരം എന്നുള്ള രൂപത്തിലാണ് ആളുകൾ ചോദിക്കുന്നത്. സ്വഹാബികളുടെ ഈമാൻ നിങ്ങളൊന്ന് ആലോചിക്കും. സ്വഹാബികൾ അത് അംഗീകരിച്ചു, സമീഅനാ വ അതഅനാ. ഇന്ന് നിങ്ങൾ മദീനയുടെ പള്ളി നമ്മളൊക്കെ കണ്ടതാണ്, അതൊരു വൈറ്റ് പാലസാ. 14 നൂറ്റാണ്ട് മുമ്പ് പറയുമ്പോൾ സ്വഹാബികൾ അത് അംഗീകരിച്ചു, ചോദ്യം ചെയ്യാതെ അവരത് അംഗീകരിച്ചുമ്പോൾ സ്വഹാബികളുടെ വിശ്വാസം എന്താ? സ്വഹാബികൾ ചിന്തിച്ചു, എന്ത് പൊട്ടത്തരാപ്പ ഈ നബി പറയുന്നത്? വൈറ്റ് പാലസോ, വെളുത്ത കൊട്ടാരോ? സ്വഹാബികൾ ചിന്തിച്ചില്ല. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ആ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹ് ദജ്ജാൽ 40 ദിവസമാണ് ഭൂമിയിൽ ഉണ്ടാകുക. അതിൽ ഒരു ദിവസം ഒരു വർഷത്തെ പോലെ, ഒരു ദിവസം കശഹരി ഒരു മാസത്തെ പോലെ, ഒരു ദിവസം കൽ ജുമാ ഒരു ആഴ്ചയെ പോലെ, ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങൾ. നമ്മളാണെങ്കിൽ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കും, അതെങ്ങനെയാണ് ഇപ്പോ ഒരു ദിവസം എങ്ങനെ ഒരു വർഷം പോലെയാകാം? സ്വഹാബികൾ അത് ചോദിച്ചില്ല, സ്വഹാബികൾ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് എന്താ അറിയോ? ആ തക്ഫീന സ്വലാത്ത യൗമിൻ, അന്ന് ഞങ്ങൾക്ക്
ഇതേപോലെ നിസ്കരിച്ചാൽ മതിയാകും, ഒരു ദിവസത്തെ നിസ്കാരം ഞങ്ങൾ നിസ്കരിച്ചാൽ മതി വന്ന് അതാ സ്വഹാബികൾ ചോദിച്ചത്. അതല്ലാതെ ഒരു ദിവസം എങ്ങനെ ഒരു വർഷം പോലെയാകും എന്ന് സ്വഹാബികൾ ചോദിച്ചില്ല. നമ്മളെ ചിന്ത പോകുക എങ്ങനെ, അതിപ്പോ എന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. ഒരു ദിവസം ഒരു കൊല്ലം പോലെ, വേറൊരു ദിവസം അതെന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. ഇതായിരുന്നില്ല സ്വഹാബത്തിന്റെ നിലപാട്. അപ്പൊ ഒരു സംഗതി നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കും അത് യോജിച്ചാലും ഇല്ലെങ്കിലും, നമ്മുടെ ബുദ്ധി കൊണ്ടത് മനസ്സിലായിട്ടില്ലെങ്കിലോ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ബുദ്ധിനെ എന്റെ കാലിന്റെ ചോട്ടിലിട്ട് ചതച്ചരച്ചളാം. ഒരു ഹദീസ് പറയുമ്പോ അതെന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി എന്റെ കാലിന്റെ ചോട്ടിലിട്ട് ചതച്ചരച്ചല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പൊ നമ്മുടെ നിലപാട് ഈ വിഷയത്തിൽ ഇതാണ്. അതിലൊരു ആയത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ വറബ്ബിക, നബിയെ പറഞ്ഞു കൊടുത്തേക്കുക, അവരാരും സത്യവിശ്വാസികളാവുകയില്ല. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ അവരാരും മുഅ്മിനീങ്ങളാവുകയില്ല. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. പിന്നീട് നിന്റെ തീരുമാനം എന്താണോ അതവര് മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കുന്നത് വരെ. ആ ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഒരു മനസ്സാക്ഷിക്കുത്തും കൂടാതെ പൂർണ്ണമായി അതിന് കീഴ്പ്പെടുന്നത് വരെ അവരാരും വിശ്വാസികളാവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വമാ ആതാകുമു റസൂലു ഫഖുദൂഹു. നിങ്ങളുടെ പ്രവാചകൻ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്ത് വിരോധിച്ചോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അത് സ്വഹീഹായ സനദിലൂടെ നമുക്ക് കിട്ടിയാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. അതാണ് സലഫി മാർഗം. ആ ഒരു നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഈ ഒരു കാര്യമാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഹദീസ് എന്താണെങ്കിലും, നമ്മൾ കേട്ടതാണെങ്കിലും അല്ലെങ്കിലും, ഇന്നാള് പറഞ്ഞതാണെങ്കിലും ഇന്നാള് പറയാത്തതാണെങ്കിലും, സയൻസ് അത് പറഞ്ഞതാണെങ്കിലും ഇല്ലെങ്കിലും, ഇന്ന് അങ്ങനെ ഒരു പ്രവണത സയൻസ് പറഞ്ഞിട്ടുണ്ടോ എങ്കിലും ഞാൻ അംഗീകരിക്കും എന്നുള്ളതാ. അല്ലാഹുവിന്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അംഗീകരിക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞ ഈച്ചന്റെ ഹദീസ് സയൻസ് ഇന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നാ ഞാൻ അംഗീകരിച്ചു, ഞാൻ റെഡി. ഇതൊന്നും ഈമാനുള്ളവരുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടല്ല. നമുക്ക് സ്വർഗത്ത് പോകണോ, നേരത്തെ പറഞ്ഞ 72 നരകത്ത് പോകുമ്പോൾ 1 സ്വർഗത്തേക്ക്, ആ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ നിലപാട് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മൻഹജിൽ, ഏതൊരു മാർഗത്തിൽ, ഏതൊരു ആദർശത്തിൽ, ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരാണ് സ്വർഗം കിട്ടുക. അത് നമ്മുടെ നിലപാടാണ്. ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുവാനും അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കാനും യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗ്ഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.